ഒരു നിലക്കും ഇൻ്റഗ്രൽസ് പഠിക്കാൻ പറ്റൂല എന്നുള്ളവരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഒന്നും പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഒരു ഐഡിയയും ഇൻ്റഗ്രൽസിനെ പറ്റി ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ എങ്കിലും കണ്ടിരിക്കണം. ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളെങ്കിലും നിങ്ങൾ ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും 9 മാർക്കിൽ നിന്ന് ഇൻ്റഗ്രൽസിൽ നിന്ന് ചോദിക്കുന്ന, അതായത് നമ്മുടെ ഇൻ്റഗ്രൽസിൻ്റെ വെയിറ്റേജ് 9 മാർക്കാണ്, അതിലൊരു 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതെൻ്റെ ഉറപ്പ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും ചെയ്ത് പഠിക്കുക. എല്ലാം അറിയുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിട്ടോ. അപ്പോൾ ഭയങ്കര ഹാർഡായിട്ടുള്ള, ഭയങ്കര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല. നമ്മുടെ ഈ ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം. റെഡിയാണെന്ന് വിചാരിക്കുന്നു. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യനാണ്. ഇൻ്റഗ്രൽ സൈൻ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ 1 + x². ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് എങ്ങനെയാണ് മനസ്സിലായത്? സബ്സ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അവിടെ ഒരു ഫംഗ്ഷൻ, അവിടെ ഉള്ളിലോ അതിൻ്റെ പുറത്തോ എന്തെങ്കിലും ആയിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ടാവും. അതിൻ്റെ ഡെറിവേറ്റീവ് പുറത്ത് അവിടെ എവിടെയെങ്കിലും ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇവിടെ ഈ ഒരു ചോദ്യം കാണുന്ന സമയത്ത് സൈൻ ടാൻ ഇൻവേഴ്സ് എക്സ് ഇങ്ങനെയല്ലേ ഉള്ളത്? സൈൻ ടാൻ ഇൻവേഴ്സ് എക്സ് ഡിവൈഡഡ് ബൈ 1 + x² ഇൻറ്റു dx. ഒറ്റ കാര്യം നോക്ക്, ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1/1 + x². അപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിൻ്റെ ഡെറിവേറ്റീവ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ടി ആയിട്ട് ടാൻ ഇൻവേഴ്സ് എക്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ലെറ്റ് ടി ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ്. രണ്ട് ഭാഗത്തും വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ d/dx ഓഫ് ടി. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ടാൻ ഇൻവേഴ്സ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? 1/1 + x². ഈ ഡി എക്സിന് അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഡി ടി ഈസ് ഈക്വൽ ടു 1 × dx എന്ന് കിട്ടും. അപ്പോൾ dx/1 + x². ഓക്കെ, ഇവിടെ ഒരു dx/1 + x² അല്ലേ ഉണ്ട്. ഇവിടെ ഒരു ടാൻ ഇൻവേഴ്സ് എക്സ് ഇല്ലേ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടിനെയും റീപ്ലേസ് ചെയ്യാനുള്ള സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത സ്റ്റെപ്പിൽ എഴുതുകയാണ്, വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ ടാൻ ഇൻവേഴ്സ് എക്സിന് പകരം ഞാൻ എന്താ കൊടുത്തത്? ടി. അപ്പോൾ ദാ സൈൻ ടി. ഓക്കെ, dx/1 + x² പകരം നമുക്ക് എന്ത് റീപ്ലേസ് ചെയ്യാം? ഡി ടി. അതെന്തുകൊണ്ടാണ് ഡി ടി എടുക്കുന്നത്? എടാ ഫംഗ്ഷൻ ഇപ്പോൾ ഇവിടെ ടിയുടെ ടേമിലായില്ലേ? ടിയുടെ ടേമിലാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ടി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഡി ടി കൂടി ഇട്ട് കൊടുക്കണം. സൈൻ എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മൈനസ് കോസ് എക്സ് ആണ്. അപ്പോൾ സൈൻ ടീന് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻസർ ഈസ് മൈനസ് കോസ് ടി. ലാസ്റ്റ് ഒരു സീൻ കൂടി ഇട്ട് കൊടുത്താൽ മതി. ആൻഡ് ടിക്ക് പകരം നിങ്ങൾ കൊടുത്തത് എന്താണോ അത് ഇവിടെ റീപ്ലേസ് ചെയ്യുക. നിങ്ങൾ കൊടുത്തത് ടാൻ ഇൻവേഴ്സ് എക്സ് ആയതുകൊണ്ട് മൈനസ് കോസ് ടാൻ ഇൻവേഴ്സ് എക്സ് + സി. സിമ്പിൾ അല്ലേ? ഇനി ഈ ചോദ്യം e⁻ tan−1 x/1 + x² എന്ന് വന്നേക്കാം, വെറും tan−1 x/1 + x² എന്ന് വന്നേക്കാം, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷനിലുള്ള ഏത് ടൈപ്പ് വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഈ നമ്മൾ ഒരുപാട് ലൈവുകൾ ചെയ്തിട്ടുണ്ട്. നമ്മളെ തന്നെ വീഡിയോ നിങ്ങൾ ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ അടിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് അതിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു ഇൻട്രസ്റ്റിംഗ് ഇൻ്റഗ്രൽസിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കണ്ടു നോക്കുന്നത് നല്ലതാണ്. കുറേ മുമ്പുള്ളതാണ്, പക്ഷേ വേർത്താണ്, കണ്ടു നോക്കുക. അതിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, യു ക്യാൻ പ്രാക്ടീസ്. ആൻഡ് അടുത്തത് integral f(x/x² + 1 dx = log x² + 1 + c then f(x) = ഈ ഒരു ചോദ്യം ഞാൻ ഇൻക്ലൂഡ് ചെയ്തത് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ കൂടി വേണ്ടിയിട്ടാണ്. അതായത് ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലും ഒരു ഫംഗ്ഷൻ ഡിനോമിനേറ്ററിലും ഉണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ആൻസർ ആയിട്ട് നമ്മൾ ലോഗ് മോഡ് f(x + c) എന്ന് പറയാം. ഇത് ആക്ച്വലി വരുന്നത് ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് കേട്ടോ. പക്ഷേ നമ്മളിതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ടായിട്ട് ഇങ്ങനെ അങ്ങ് പഠിച്ചു നോക്കും. അതേപോലെ തന്നെ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലും ഫംഗ്ഷൻ റൂട്ടിൻ്റെ ഉള്ളിലായിട്ട് ഡിനോമിനേറ്ററിലും ഉണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് റിസൾട്ടായിട്ട് നമ്മൾ ഇങ്ങനെ എഴുതാം, 2 f(x + c). അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക. ഏതെങ്കിലുമൊക്കെ ചോദ്യത്തിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാനുണ്ടാവും. അപ്പോൾ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെയൊക്കെ തന്നെ ചോദിക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്ക്, ഇൻ്റഗ്രൽ f(x) ഡിവൈഡഡ് ബൈ x² + 1 dx which is equal to log mod x² + 1 + c. ഓക്കെ, ഈ ഒരു ചോദ്യം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലാകുന്നത്? ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലും ഫംഗ്ഷൻ ഡിനോമിനേറ്ററിലും ഉണ്ടെങ്കിലാണ് ലോഗ് മോഡ് f(x) എന്ന് എഴുതുക. ശരിയല്ലേ? ലോഗ് മോഡ് f(x + c) എന്ന് എഴുതുക. ഇവിടെ ലോഗ് മോഡ് f(x), അതായത് ഡിനോമിനേറ്ററിലുള്ളതാണ് ഫംഗ്ഷൻ. അപ്പോൾ അതിൻ്റെ ലോഗ് എഴുതിയിട്ടുണ്ട്, ലോഗ് മോഡ് x² + 1 എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇതെന്തായിരിക്കും? ഫംഗ്ഷനും ആയിരിക്കും, ഇത് അതിൻ്റെ ഡെറിവേറ്റീവ് ആയിരിക്കും. അതായത് ഡിനോമിനേറ്ററിലുള്ളത് ഫംഗ്ഷനായിട്ട് കൺസിഡർ ചെയ്താൽ അതിൻ്റെ ഡെറിവേറ്റീവ് ആയിരിക്കും നിങ്ങളുടെ f(x) എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിൾ കാര്യം, ആൻസർ കിട്ടി. f(x) എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ ഡിനോമിനേറ്ററിലുള്ളത് എന്താണോ അതിൻ്റെ ഡെറിവേറ്റീവ്. x² + 1ൻ്റെ ഡെറിവേറ്റീവ് എന്താ? x²ൻ്റെത് 2x, 1ൻ്റെത് 0. അപ്പോൾ നിങ്ങളുടെ ആ f(x) എന്ന് പറയുന്നത് മുകളിൽ എഴുതേണ്ടത് എന്തായിരിക്കും? 2x. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ഈ ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് കിട്ടും. കാര്യം റെഡിയാണ്, ഈസിയാണ്, മനസ്സിലാക്കി വെക്കുക കേട്ടോ. അടുത്തത് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. നമ്മളൊരു 6, 3, 9 റിസൾട്ടുകൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ല ഒരു 6 എണ്ണം പറഞ്ഞിട്ടുണ്ട്. ഡിനോമിനേറ്ററിൽ സെക്കൻഡ് ഡിഗ്രി വരുമ്പോഴോ ഡിനോമിനേറ്ററിൽ റൂട്ടിൻ്റെ ഉള്ളിലായിട്ട് സെക്കൻഡ് ഡിഗ്രി വരുന്ന സമയത്ത്, അതായത് x² + a², x² - a², a² - x² ഒക്കെ വരുന്ന ടൈപ്പിലുള്ള
ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്തായാലും ഒരു ക്വാഡ്രാറ്റിക് അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഫോമിലായിട്ടായിരിക്കും അത് ഉണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് തന്നെ ഈ ഒരു ക്വസ്റ്റ്യനിലുള്ള ആ ഒരു സംഭവം എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണോ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണോ എന്നുള്ളതൊക്കെ നോക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചു. ഇങ്ങനെയല്ല ക്വസ്റ്റ്യൻ 1/x സ്ക്വയർ മൈനസ് 6x പ്ലസ് 13 dx ഇങ്ങനെയാണല്ലോ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഈ എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 13 സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടൊന്ന് മാറ്റുക. അതെങ്ങനെയാണ് ചെയ്യാമെന്നും കൂടി പറഞ്ഞുതരാം. എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 13 നിങ്ങളുടെ ഈ എക്സിൻ്റെ കൂടെയുള്ള നമ്പർ ഏതാ നോക്കുക, 6. അതിൻ്റെ ഹാഫ് എടുക്കുക. അതിൻ്റെ ഹാഫ് 6ൻ്റെ ഹാഫ് മൈനസ് എടുക്കേണ്ട 6ൻ്റെ ഹാഫ് 3. ആ 3യുടെ സ്ക്വയർ ഇവിടെ ആഡ് ചെയ്യുക, ഇവിടെ സബ്ട്രാക്ട് ചെയ്യുക. ഞാൻ ഇവിടെ ചെയ്തതുകൊണ്ട് വേറെ ഒന്നും വിചാരിക്കരുത്. അത് നമുക്കതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നിങ്ങൾ നോക്ക്, എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 3 സ്ക്വയർ. അവിടെ എക്സിന് സ്ക്വയർ ഉണ്ട്, 3ക്ക് സ്ക്വയർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് എക്സ് മൈനസ് 3 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ, കാരണം നടുവിൽ മൈനസാണ്. ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇത് എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ ആയത് എക്സ് സ്ക്വയർ മൈനസ് 2x ഇൻറ്റു 3 6x പ്ലസ് 3 സ്ക്വയർ. ഓക്കെ, 13 മൈനസ് 13 പ്ലസ് ഇട്ടിട്ടുണ്ട്. 13 മൈനസ് 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9. 13 മൈനസ് 9 എന്ന് പറഞ്ഞാൽ 4. സോ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഇതിനെ മാറ്റിയിട്ട് എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2ൻ്റെ സ്ക്വയറാണ്. അങ്ങനെ മാറ്റിയത്. അങ്ങനെയാണ് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക. അടുത്ത സ്റ്റെപ്പിൽ ഇത് എനിക്ക് 1 ഇൻറ്റു dx എന്ന് പറഞ്ഞാൽ dx ഡിനോമിനേറ്ററിൽ ഇതിന് പകരമാണ് നമ്മൾ ഇങ്ങനെ എഴുതിയത്. അങ്ങനെയാണെങ്കിൽ അതിന് പകരം എനിക്ക് എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ഇങ്ങനെ കൊടുക്കുന്നതിന് തെറ്റുണ്ടോ? ഇപ്പം നിങ്ങൾ വെറുതെ ഒന്ന് നോക്ക്. ദിസ് ഈസ് ഇൻ ദ ഫോം എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിലാണെങ്കിൽ നമ്മളുടെ സ്റ്റാൻഡേർഡ് റിസൾട്ട് പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണെങ്കിൽ, അല്ലെങ്കിൽ എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ 1/a ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. ഇതേപോലെ ഒരുപാട് എണ്ണം ഉണ്ട്. എല്ലാ റിസൾട്ടൊന്നും ഞാനിവിടെ ഇതൊന്നുമില്ല, നിങ്ങളത് പഠിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പെർഫെക്റ്റ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്ക്, 1/a എക്സിന് പകരം എക്സ് മൈനസ് 3 ആണുള്ളത്, എക്ക് പകരം 2 ആണുള്ളത്. പ്രശ്നമൊന്നുമില്ല. 1/a എന്ന് പറയുന്ന എഴുതുന്ന സമയത്ത് ഞാൻ എന്താ എഴുതേണ്ടത്? 1/a. എക്ക് പകരം എ സ്ക്വയർ 2 സ്ക്വയർ ആണെങ്കിൽ എ എന്താണ് 2. അപ്പോൾ 1/a 1/2 ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. എക്സിന് പകരം എന്താ അവിടെ ഉള്ളത് നോക്ക്, എക്സ് മൈനസ് 3 ഡിവൈഡഡ് ബൈ എക്ക് പകരം എന്താ 2. അപ്പോൾ എക്സ് മൈനസ് 3 ഒക്കെ ആണെങ്കിൽ നമ്മളിവിടെ എക്സ് അല്ലേ, ഇവിടെ എക്സ് മൈനസ് 3 അല്ലേ, അങ്ങനെയൊക്കെ പ്രശ്നമുണ്ടോ? അങ്ങനെയൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് 1 അല്ലാത്ത ഏതോ ആണെങ്കിൽ നിങ്ങൾ ഈ ആൻസറിനെ മൊത്തം ഡിവൈഡ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് ഇവിടെ 1, അപ്പോൾ നിങ്ങൾ ഇവിടെ ഇതിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം തന്നെ, അതുകൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യാത്തത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ വരിക. ഈ ടൈപ്പ് ചോദ്യങ്ങൾ ചെയ്യുക, പഠിക്കുക. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു ഇൻട്രസ്റ്റിംഗ് ഇൻറ്റഗ്രൽസ് നിങ്ങൾ യൂട്യൂബ് സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും. അവിടെ ഓരോ പാർട്ടായിട്ട് ഇങ്ങനെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണാത്ത ആൾക്കാരാണെങ്കിൽ അത് നിങ്ങൾ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലൊക്കെ വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോൾവ് ചെയ്തോ കേട്ടോ. എൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇത് കുറച്ചുകൂടി ഇതൊരു PYQ ആണ്, മുമ്പ് ചോദിച്ചതാണ്. പക്ഷേ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വേണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് ഇൻക്ലൂഡ് ചെയ്തത്. ഭയങ്കര ഈസി ഒന്നുമല്ല, പക്ഷേ നിങ്ങൾ ഇത് സോൾവ് ചെയ്യാൻ ശ്രമിക്കണം. ആദ്യം ക്വസ്റ്റ്യൻ നോക്ക്. ഇഫ് 2x + 4 = a × 2x + 3 + b, ഫൈൻഡ് a and b. ഫൈൻഡ് a and b. നോർമലായിട്ട് ഒരു കാര്യം ചോദിച്ചു, അത് നമ്മൾ എങ്ങനെ എഴുതി കൊടുക്കുക? അതായത് സംഭവം ഇത്രയേ ഉള്ളൂ. 2x + 4 എന്ന് പറയുന്നത് 2x + 4 = a × 2x + 3 + b. ഇതിന് ഈക്വലാന്ന് പറഞ്ഞു. അങ്ങനെയാണ് എയുടെ വാല്യൂ എന്ത്, ബിയുടെ വാല്യൂ എന്തെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഹിൻ്റാണ് സംഭവം. അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്ക്, ലെഫ്റ്റിൽ 2x + 4 ഉണ്ട്, റൈറ്റിൽ ഈ എനെ കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 2a × 2x, അപ്പോൾ 2ax എന്ന് വരും, പ്ലസ് 3 × a 3a എന്ന് വരും, പ്ലസ് അവസാനം ഒരു ബിയും കൂടി. ഇതൊന്ന് ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ഇവിടെ 2aയും എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ഇവിടെ 2 വരുന്നത്. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത് 4ഉം കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത് 3a + b വരുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് ഇക്വേറ്റ് ചെയ്യും, വിച്ച് മീൻസ് എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ഇവിടെ 2, ഇവിടെ 2a. അപ്പോൾ 2aക്ക് ഈക്വൽ ആയിട്ടുള്ളത് 2. അങ്ങനെയാണ് എയുടെ വാല്യൂ എന്തായിരിക്കും? ഈ 2 ഇങ്ങോട്ട് വന്നാൽ 2/2 എന്ന് വരും. ആൻഡ് ദ വാല്യൂ ഓഫ് a = 1. എയുടെ വാല്യൂ 1 ആണ്. ഇതേപോലെ തന്നെ 3a + b രണ്ടാമത്തെ കോൺസ്റ്റൻ്റ് അല്ലേ, രണ്ടാമുള്ളത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത് 3a + b ആണ്. ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത് 4 ആണ്. ആൻഡ് യു നോ ദ വാല്യൂ ഓഫ് എ. അപ്പോൾ എയുടെ വാല്യൂ 1 ആയതുകൊണ്ട് 3 × 1 + b = 4 എന്ന് എഴുതാം. അതായത് 3 × 1 എന്ന് പറഞ്ഞാൽ 3, ഈ 3 അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ -3 ആകും. അപ്പോൾ b = 4 - 3 എന്ന് വരും. 4 - 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1. അപ്പോൾ ബിയുടെ വാല്യൂയും കിട്ടി. എന്തിനാ ഈ ഒരു കാര്യം നമ്മൾ കണ്ടെത്താൻ പറഞ്ഞത്, എയുടെയും ബിയുടെയും വാല്യൂ കണ്ടെത്താൻ പറഞ്ഞത്? അതാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. ഈ ഒരു ചോദ്യം ശ്രദ്ധിക്കും നിങ്ങൾ. Using part A, evaluate 2x + 4 / x² + 3x + 1.
ഒരു ഫംഗ്ഷൻ ഇങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വന്നാൽ, അതായത് ഡിനോമിനേറ്ററിൽ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലും ന്യൂമറേറ്ററിൽ ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലുമാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു മെത്തേഡ് യൂസ് ചെയ്യാനുണ്ടായിരുന്നു. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. നിങ്ങൾ ന്യൂമറേറ്ററിൽ എന്താണോ ഉള്ളത്, ന്യൂമറേറ്റർ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഡിനോമിനേറ്ററിൽ എന്താണോ ഉള്ളത്, ഡിനോമിനേറ്റർ ഷോർട്ടാക്കി എഴുതുകയാണേ, ഡിനോമിനേറ്ററിൽ എന്താണോ ഉള്ളത് അതിൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് ബി എന്ന് പറഞ്ഞ് മാറ്റി എഴുതാൻ പറ്റുമായിരുന്നു. ഇവിടെ ന്യൂമറേറ്ററിലുള്ളത് എന്താ നോക്ക്, 2x+4. അപ്പോൾ 2x+4 ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഡിനോമിനേറ്ററിൽ എന്താ ഉള്ളത്, x² + 3x+1 x² + 3x+1 ഓക്കെ പ്ലസ് ബി ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റും എന്നാണ് നമ്മുടെ ആ ഒരു തിയറം. അതായത് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ന്യൂമറേറ്ററിലുള്ളതിനെ നിങ്ങൾക്ക് ന്യൂമറേറ്റർ 2x+4 ആണ്, അതിനെ ഡിനോമിനേറ്ററിൽ എന്താണോ ഉള്ളത് അതിനെ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്തിട്ട് എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പ്ലസ് ബി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഈക്വലായിട്ട് എഴുതാൻ പറ്റും. അത്രേ ഉള്ളൂ സംഭവം. സോ എന്റെ വാല്യൂ ബിൻ്റെ വാല്യൂ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ നിങ്ങളോട് പറഞ്ഞ ഈ ഒരു സംഭവത്തിലേക്കാണ് ഞാൻ വരുന്നത്. 2x+4 ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യുന്ന സമയത്ത് x² 2x 3xന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത 3 പ്ലസ് ബി. ഇതല്ലേ നിങ്ങളോട് ഇതാ ഇവിടെ ഫസ്റ്റ് പറഞ്ഞത് 2x+4 ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 2x + 3 പ്ലസ് ബി. അങ്ങനെയാണെങ്കിൽ എയുടെയും ബിയുടെയും വാല്യൂ എന്തെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എ ഈസ് ഈക്വൽ ടു 1 ബി ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ഈ കാര്യം വെച്ചിട്ടാണ് നമ്മൾ ഇനി ബാക്കിയുള്ളത് ചെയ്യുന്നത്. എങ്ങനെ അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ന്യൂമറേറ്റർ അല്ലെങ്കിൽ എന്താണോ അവിടെ ഉള്ളത് ഈ 2x+4നെ നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ മാറ്റി എഴുതാം. എങ്ങനെ 2x+4നെ നിങ്ങൾക്ക് എ ഇൻറ്റു 2x + 3 പ്ലസ് ബി എന്ന് മാറ്റി എഴുതാം. അപ്പം നിങ്ങളിതാ ഇതിനെ മാറ്റി എഴുതുന്ന സമയത്ത് ഇൻ്റഗ്രൽ 2x+4 ഡിവൈഡഡ് ബൈ x² പ്ലസ് പിന്നെന്താ അവിടെ ഉള്ളത് നോക്ക് 3x+1 x² + 3x+1 ഓക്കെ ഡി എക്സ് കൊടുത്തു വിച്ച് ഈസ് ഈക്വൽ ടു ന്യൂമറേറ്ററിനെ എങ്ങനെയാണ് മാറ്റി എഴുതുന്നത് എ ഇൻറ്റു 2x + 3 പ്ലസ് ബി. അപ്പോൾ അതാ നോക്ക് എ ഇൻറ്റു 2x + 3 ഈസി ക്വസ്റ്റ്യൻ അല്ല കേട്ടോ, അത്യാവശ്യം ലെങ്തി ആയുള്ളതാണ്, പ്ലസ് ബി ഓൾ ഡിവൈഡഡ് ബൈ x² + 3x+1 ഡി എക്സ്. ഓക്കെ, ഇനി എൻ്റെയും ബിൻ്റെയും വാല്യൂ കൊടുക്കുന്ന സമയത്ത് ഞാനിത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പോകാം. സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണെങ്കിൽ എൻ്റെ വാല്യൂ 1 അല്ലേ, അപ്പോൾ 1 × 2x + 3 എന്ന് പറഞ്ഞാൽ 2x + 3. അപ്പോൾ 2x + 3 ഡിവൈഡഡ് ബൈ x² + 3x+1 ഒന്നായിട്ടും പ്ലസ് ബിൻ്റെ വാല്യൂ 1 അല്ലേ, അപ്പോൾ 1 ഡിവൈഡഡ് ബൈ x² + 3x+1 ഒന്നായിട്ടും നിങ്ങൾക്ക് ആ ഫംഗ്ഷനെ മാറ്റാം. ഓക്കെ, x² + 3x+1 അല്ലേ, യെസ്. ഇനി രണ്ട് ഭാഗത്തും ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇൻ്റഗ്രേറ്റും സെപ്പറേറ്റ് ചെയ്ത് ചെയ്താൽ പോരെ. അപ്പോൾ അതാ ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇനി നിങ്ങൾ നോക്കേ, ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ, വലിയ റിസ്ക് സംഭവങ്ങളൊന്നുമില്ല. ഇതെന്താ നോക്ക്, ഇതൊരു ഫംഗ്ഷൻ അല്ലേ, f(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ. x² + 3xൻ്റെ ഡെറിവേറ്റീവ് അല്ലേ 2x + 3, അപ്പോൾ ഇത് അതിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ. സോ നിങ്ങൾ ഞാൻ നേരത്തെ എഴുതി തന്നുള്ള രണ്ടാമത്തെ ഒരു റിസൾട്ട് ഇല്ലേ, അത് വെച്ച് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ എഴുതാം. ലോഗ് മോഡ് f(x), ലോഗ് മോഡ് ദാറ്റ് ഫംഗ്ഷൻ എന്നുള്ളതാണ് ഫസ്റ്റ് വരിക. ലോഗ് മോഡ് 3x+1 പ്ലസ് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യണം, ഇത്. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചത് പ്രകാരം ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ x² + 3x+1. അപ്പോൾ അത് സ്ക്വയർ കംപ്ലീഷൻ ചെയ്ത് എന്തായാലും മാറ്റേണ്ടി വരും, അല്ലാതെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ഈസിലി പറ്റില്ല. അപ്പം ഞാൻ സ്ക്വയർ കംപ്ലീഷൻ ചെയ്ത് ഒന്ന് മാറ്റാൻ പോവുകയാണ്. x² + 3x+1 അല്ലേ, ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു x² + 3x. എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് എന്താ 3, 3യുടെ ഹാഫ് എന്താ 3/2. ആ 3/2ൻ്റെ സ്ക്വയർ നമ്മൾ ആഡ് ചെയ്യുന്നു, ആ 3/2ൻ്റെ സ്ക്വയർ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു. നോക്കണേ, -3/2². ഇങ്ങനെ തന്നെ എഴുതണം കേട്ടോ, കാര്യം ശ്രദ്ധിക്കണം. ആൻഡ് അടുത്തത് പിന്നെ അവിടെ ഒരു 1 കൂടി ഇല്ലേ, ആ 1 ഇട്ട് കൊടുക്കാം. എല്ലാം പെർഫെക്റ്റ് ആവട്ടെ, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്താൽ മതി. എക്സിന് സ്ക്വയർ ഉണ്ട്, 3/2ന് സ്ക്വയർ ഉണ്ട്, നടുവിൽ രണ്ടും പ്ലസ് അല്ലേ. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്തതുപോലെ എക്സിനും സ്ക്വയർ ഉണ്ട്, 3/2ന് സ്ക്വയർ ഉണ്ട്. ഇത് നമുക്ക് x + 3/2² എന്ന് എഴുതാം. ഓക്കെ, ഇവിടെയോ, ഇവിടെ ലാസ്റ്റ് ഒരു +1 അല്ല അതിനുള്ളത്. അപ്പോൾ 1 - 3യുടെ സ്ക്വയർ 9 വരും, 2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 വരും. ശരിയല്ലേ, അതും പ്രശ്നമില്ലല്ലോ. ഇനി ഇതാ ഇവിടെ പ്ലസ് ഉണ്ട് കേട്ടോ, ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമ്മുടെ ആൻസർ x + 3/2² 4 × 1 4, 4 - 9 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 - 9 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 - 9 എന്ന് പറഞ്ഞാൽ -5 അല്ല വരിക. അപ്പോൾ -5 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ 4 തന്നെ വരും. ഓക്കെ, ഇതിപ്പോൾ x² - a² ടൈപ്പിലല്ലേ വന്നത്, നോക്കാം നമുക്ക്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ x + 3/2² ഇവിടെ ഉള്ളത് എന്തായാലും ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ സ്ക്വയർ ആയിരിക്കണം. ഓക്കെ, -5നെ ഞാൻ √5ൻ്റെ സ്ക്വയർ ആയിട്ടും 4നെ ഞാൻ 2ൻ്റെ സ്ക്വയർ ആയിട്ടും ഇങ്ങനെ കൊടുക്കുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. അപ്പോൾ ഏതാണോ നമ്പർ അതിന് ഏതെങ്കിലും ഒന്നിൻ്റെ സ്ക്വയർ ആയിട്ട് നിങ്ങൾക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റണം.
വിച്ച് മീൻസ് അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ നിങ്ങൾ എഴുതേണ്ടത് 1 ഇതാ നോക്കിക്കുക, അല്ലെങ്കിൽ dx ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1 പകരം എക്സ് പ്ലസ് 3/2 ദ ഹോൾ സ്ക്വയർ മൈനസ് √5/2 ദ ഹോൾ സ്ക്വയർ. ശരി, ഇതിപ്പോൾ ഏത് ടൈപ്പിലാണ്? നിങ്ങൾ റിസൾട്ട് വെച്ച് പഠിച്ചിട്ടുണ്ട്. എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണെങ്കിൽ dx ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണെങ്കിൽ ആൻസർ ഈസ് 1/2a ലോഗ് മോഡ് എക്സ് മൈനസ് എ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് എ പ്ലസ് സി. ഈ ഒരു ടൈപ്പിലാണ് അതുള്ളത്. ഓക്കെ, ഈ ഒരു ടൈപ്പിലാണെങ്കിൽ നമ്മൾ ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇവിടെ ജസ്റ്റ് അത് മാറ്റി കൊടുത്താൽ പോരെ. സോ നിങ്ങൾ ഫൈനൽ ആൻസർ എഴുതുന്ന സമയത്ത് ഇതാ നോക്കിക്കുക, ഞാൻ ഈക്വൽ ടു എന്ന് കുറച്ച് ഇങ്ങോട്ട് എഴുതുന്നുണ്ട്. ലോഗ് മോഡ് എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1 പ്ലസ് 1/2a. ഇവിടെ എക്ക് പകരം ഇത് എ സ്ക്വയർ ആണ്, ഇത് എക്സ് സ്ക്വയർ ആണ്. ഓക്കെ, 1/2a. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് 1/2a. എക്ക് പകരം √5/2 അല്ലേ, അപ്പോൾ ഇതാ 1/2a √5/2 ലോഗ് മോഡ് എക്സ് മൈനസ് എ. എക്സിന് പകരം എക്സ് പ്ലസ് 3/2 അല്ലേ, അപ്പോൾ എക്സ് മൈനസ് എ എന്ന് പറഞ്ഞാൽ √5/2. ഓക്കെ, ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് എ. എക്സിന് പകരം എക്സ് പ്ലസ് 3/2 അല്ലേ, എക്സിന് കോയിഫിഷ്യൻറ്റ് 1, അതുകൊണ്ടൊന്നും പ്രത്യേകിച്ചും ചെയ്യാനൊന്നുമില്ല. അപ്പോൾ എക്സ് പ്ലസ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് √5/2. ലാസ്റ്റ് ഒരു പ്ലസ് സി കൂടി ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതൊന്നുകൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ്. ഈ ടൂവും ക്യാൻസൽ ചെയ്തൂടെ. സോ ഫൈനൽ ആൻസർ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ലോഗ് മോഡ് എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1 ഓക്കെ പ്ലസ് ഈ 1/2 ക്യാൻസൽ ചെയ്തില്ല. അപ്പോൾ ഇവിടെ ബാക്കിയുള്ളത് ആരാ? 1/√5 ലോഗ് മോഡ്. നോക്ക്, ഇവിടെ 2 ഡിനോമിനേറ്ററിൽ സെയിം അല്ലേ, അപ്പോൾ ഇത് ഞാൻ ഒന്നുകൂടി മാറ്റിയിട്ട് എക്സ് പ്ലസ് 3 - √5 ഡിവൈഡഡ് ബൈ 2 ഇങ്ങനെ എഴുതുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലല്ലോ. വേണം ഇത് വീണ്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തൊക്കെ ചെയ്യട്ടോ, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ എക്സ് പ്ലസ് 3 - √5/2 എന്ന് എഴുതി ഡിനോമിനേറ്ററിൽ എക്സ് പ്ലസ് ഇവിടെയും √2 ഡിനോമിനേറ്ററിൽ സെയിം ആണ്. അപ്പോൾ ദാ ന്യൂമറേറ്ററിലുള്ളത് ആഡ് ചെയ്താൽ മതി 3 + √5/2 ഓക്കെ പ്ലസ് സി. വേണമെങ്കിൽ 2x + 3 - √5 2x + 3 + √5 2 ക്യാൻസൽ ചെയ്തു, അങ്ങനെ എഴുതിയാലും ദാറ്റ്സ് ഓക്കെ. അപ്പോൾ അങ്ങനെ എഴുതിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഇതാണ് ആൻസർ. അപ്പോൾ ഇത് വലിയ ചോദ്യമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വലിയ ചോദ്യമാണോ എന്ന് ചോദിച്ചാൽ വലിയ ചോദ്യം തന്നെയാണ്. ഈ ടൈപ്പ് നിങ്ങൾ ചെയ്ത് പഠിക്കുക. ചിലപ്പോൾ റൂട്ടിൻ്റെ ഉള്ളിലായിട്ടും വരാറുണ്ട്. റൂട്ടിൻ്റെ ഉള്ളിലായിട്ട് വരുമ്പോൾ a × d/dx ഓഫ് ഡിനോമിനേറ്റർ എന്നല്ല കൊടുക്കുക, റൂട്ടിൻ്റെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതിൻ്റെ ഡെറിവേറ്റീവ് കൊടുക്കുക. ബാക്കിയുള്ളത് സാധാരണ രീതി ചെയ്യുന്നത് പോലെയാണ്. ഈ ടൈപ്പും പഠിച്ചു വെക്കുക കേട്ടോ, ഇമ്പോർട്ടൻറ്റ്. അടുത്ത നോക്കിക്കേ, ഇത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ച് ചെയ്യേണ്ടതാണ്. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഇതെങ്ങനെ പാർട്സ് ആണെന്ന് നമുക്ക് മനസ്സിലാവുക. 2 ഫംഗ്ഷൻ ഉണ്ടാവും ഇവിടെ. നോക്ക്, എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും ഇൻറ്റു ലോഗ് എക്സ് എന്ന് പറയുന്ന വേറൊരു ഫംഗ്ഷനും. നമ്മൾ ഹൈലൈറ്റ് റൂള് പ്രകാരം ഇൻവേഴ്സ് കഴിഞ്ഞിട്ട് ലോഗ് കഴിഞ്ഞിട്ടാണ് ഓൾജിബ്ര. അപ്പോൾ ഇത് ലോഗ് ഫംഗ്ഷനും ഇത് ഓൾജിബ്രൈ ഫംഗ്ഷനും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കൊടുക്കേണ്ടത് ലോഗ് എക്സ് ആണ്, രണ്ടാമത് കൊടുക്കേണ്ടത് എക്സ്. ശരിയല്ലേ? നോക്ക്, ഹൈലൈറ്റ് പ്രകാരം ലോഗ് കഴിഞ്ഞിട്ടാണ് ഓൾജിബ്ര. അപ്പോൾ ഫസ്റ്റ് ലോഗ് എക്സ്, സെക്കൻഡ് ഇൻവേഴ്സും ഫസ്റ്റ് ലോഗ് സെക്കൻഡ് ഓൾജിബ്ര. ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വന്നാൽ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് പ്രകാരം എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇതിന് നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യും അല്ലേ? ഇങ്ങനെയല്ലായിരുന്നു എഴുതാറുള്ളത്. സോ നിങ്ങൾ ആൻസർ പറ. നിങ്ങൾ എഴുതുന്ന സമയത്ത് ഫസ്റ്റ് ഏതാ ഇവിടെ? ലോഗ് എക്സ്. അപ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്, അതായത് എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, മൈനസ് വലിയൊരു ഇൻ്റഗ്രൽ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, അതായത് d/dx ഓഫ് ലോഗ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്, രണ്ടാമത്തതിൻ്റെ ഇൻ്റഗ്രൽ. പുറത്ത് എന്ത് കൂടി ഇട്ട് കൊടുത്താൽ മതി? ഒരു dx കൂടി കൊടുത്താൽ മതി. സെറ്റ്. നോക്ക് ചെയ്ത് നോക്കാം നമുക്ക്. ലോഗ് എക്സ് ഇൻറ്റു എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ x²/2 അല്ലേ കിട്ടുക? x⁻1 + 1 ഡിവൈഡഡ് ബൈ 1 + 1 മൈനസ് ലോഗ് എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1/x ആണ്, എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ x²/2 കിട്ടും. ഓക്കെ, ഇനി ഞാനേ ചെറിയൊരു കുസൃതി ഒപ്പിക്കാം. ഇവിടെ നിന്ന് ഒരു എക്സും ഇവിടെ x² നിന്ന് ഒരു എക്സും ക്യാൻസൽ ചെയ്താൽ എക്സ് മാത്രമേ, ആ 1/2 കോൺസ്റ്റൻ്റ് അല്ലേ, അത് പിടിച്ച് നമുക്ക് പുറത്തിടാം. സോ അടുത്ത സ്റ്റെപ്പിൽ നമ്മുടെ ആൻസർ x²/2 ലോഗ് എക്സ് 1/2 പുറത്തിറങ്ങിയാൽ 1/2 ഇൻറ്റു പിന്നെ അവിടെ എക്സ് മാത്രമേ ഉണ്ടാവും, അപ്പോൾ എക്സിന് ഒന്നുകൂടി ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ അടുത്ത സ്റ്റെപ്പിൽ x²/2 ലോഗ് എക്സ് മൈനസ് 1/2 ഇൻറ്റു എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് x²/2 അഗെയിൻ. അപ്പോൾ x²/2 കിട്ടി. അവസാനം ആരെ കൂടി കൊടുത്താൽ മതി? പ്ലസ് സി. വേണമെങ്കിൽ x²/2 കൊടുത്ത് കോമൺ എടുത്തു, രണ്ടിലും ഉണ്ടല്ലേ. അപ്പോൾ x²/2 കോമൺ എടുത്താൽ ഇവിടെ x²/2 എടുത്താൽ അതിൻ്റെ കൂടെ ലോഗ് എക്സ്, ഇവിടെ x²/2 എടുത്താൽ പിന്നെ ഒരു -1/2 ഉണ്ടാവുക, അവസാനത്തെ പ്ലസ് സി. ഇതാണ് നിങ്ങളുടെ ഫൈനൽ ആൻസർ. ഗോട്ട് ഇറ്റ്? ഈസിയാണ്. ഈ ടൈപ്പ് ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കട്ടോ, ഭയങ്കര അടിപൊളിയാണ്, നല്ല ചോദ്യങ്ങളാണ്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ,
ഇതും ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഒരു ഫംഗ്ഷൻ ഉണ്ട് പ്ലസ് ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഉണ്ടെങ്കിൽ ദ ആൻസർ ഈസ് ഇ റൈസ് ടു എക്സ് എഫ് ഓഫ് എക്സ് പ്ലസ് സി അല്ലേ. ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് സി, ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് സി. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് റിസൾട്ട്. ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് ഡി എക്സ് ആണെങ്കിൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് സി. സോ നിങ്ങൾ നോക്ക്, നമുക്ക് ഇവിടെ തന്ന ക്വസ്റ്റ്യനിൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്നുള്ളത്. അപ്പോൾ ആൻസർ എന്തായിരിക്കും? ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് സി അല്ലേ എഴുതേണ്ടത്. ആൻഡ് വാട്ട് ഈസ് യുവർ എഫ് ഓഫ് എക്സ് ആൻഡ് വാട്ട് ഈസ് യുവർ എഫ് ഡാഷ് എക്സ്? ഇതാ നോക്കടാ, ടാൻ ഇൻവേഴ്സ് എക്സ് നിങ്ങളൊരു ഫംഗ്ഷനായിട്ട് എടുത്താൽ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത്. അല്ല, ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ എഫ് ഡാഷ് എക്സ്? അല്ല, ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ 1/1 പ്ലസ് എക്സ് സ്ക്വയർ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ വരിക? ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ടാൻ ഇൻവേഴ്സ് എക്സ്. ഇ റൈസ് ടു എക്സ് ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. ഒരു മാർക്കിനൊക്കെ ചോദിക്കാനൊക്കെ ചാൻസ് ഉള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസും പഠിച്ചു വെക്കാം കേട്ടോ. ആൻഡ് അടുത്തത് ഇതാണ് പാർഷ്യൽ ഫ്രാക്ഷൻ. പാർഷ്യൽ ഫ്രാക്ഷൻ ആണെന്ന് എങ്ങനെയാണ് മനസ്സിലാവുക? ന്യൂമറേറ്ററിലുള്ളതിൻ്റെ പവർ ഡിനോമിനേറ്ററിലുള്ളതിനേക്കാളും കുറവായിരിക്കും. മുകളിലൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ്, താഴെ ഒരു സെക്കൻഡ് ഡിഗ്രിയാണ്. ഇനിയിപ്പോൾ ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് 1 ആണ് വന്നതെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. കാരണം ഇത് പവർ 0 ആയുള്ള ഒരു പോളിനോമിയൽ അല്ലേ, 1 അല്ലേ, കോൺസ്റ്റൻ്റ് അല്ലേ, പവർ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ പാർഷ്യൽ ഫ്രാക്ഷൻ ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരാം. നിങ്ങൾക്ക് കിട്ടിയ ഫംഗ്ഷൻ ഏതാണോ അതങ്ങനെ തന്നെ എടുത്ത് എഴുതുക. എക്സ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2. എന്നിട്ട് ചെയ്യേണ്ടത് ഇത് രണ്ടും ലീനിയറാണ്. ലീനിയർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിനെ ലീനിയർ എന്ന് പറയാം. ഡിനോമിനേറ്ററിൽ ഇങ്ങനെ ലീനിയർ എക്സ്പ്രഷൻസ് ആണ് വരുന്നതെങ്കിൽ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് വെച്ച് നമ്മൾ ചെയ്യാൻ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കണേ, ഒരു കോൺസ്റ്റൻറ്റ് കൊടുക്കുക എ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോൺസ്റ്റൻറ്റ് കൊടുക്കാം, എ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ്. എന്നിട്ട് ഇവിടുത്തെ ആദ്യത്തെ ലീനിയർ ചെയ്ത് പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു ഫ്രാക്ഷനെ സമ്മായിട്ട്, അതായത് ഒരുപാട് ഫ്രാക്ഷൻസിൻ്റെ സമ്മായിട്ട് എഴുതുന്നതിനാണ് പാർഷ്യൽ ഫ്രാക്ഷൻസ് എന്ന് പറയുക. അപ്പോൾ ഈ ഒരു ഫ്രാക്ഷനെ വേറെ കുറച്ച് ഫ്രാക്ഷൻസിൻ്റെ സമ്മായിട്ട് എഴുതാൻ പോകുന്നു. അതെങ്ങനെയാണ് സമ്മായിട്ട് എഴുതുക? ഡിനോമിനേറ്ററുള്ളത് ഏതാ നോക്കുക. എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 2 ആണെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് ബൈ എക്സ് പ്ലസ് 1 എന്നും പ്ലസ് അടുത്ത വേറൊരു കോൺസ്റ്റൻറ്റ് ബൈ അടുത്ത എക്സ് പ്ലസ് 2 അല്ലേ ലീനിയർ, അതും കൊടുക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യം, രണ്ട് ഭാഗത്തും ഡിനോമിനേറ്ററിൽ ഇവിടെ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് ഇവിടെയും മൾട്ടിപ്ലൈ, അല്ലെങ്കിൽ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മൾട്ടിപ്ലൈ വിത്ത് ലെഫ്റ്റ് സൈഡിൽ എന്താണോ ഉള്ളത് അതിൽ ഡിനോമിനേറ്ററിലുള്ളതാണ് എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 2 അല്ലേ. ആ എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 2 കൊണ്ട് എൻ്റയർ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പിന്നെ അവിടെ എക്സ് മാത്രമായി. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 എന്ന് വരും. അത് എൻ്റെയും ബീൻ്റെയും വാല്യൂ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 എന്ന് വരും. നമ്മൾ എന്തിനാണ് ഇങ്ങനെ എഴുതുന്നത്? ഇത് ചെയ്യേണ്ട ആവശ്യം എന്താ? നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ പോരെ. ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഇനി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക ഇതിനല്ല, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഈ സംഭവത്തെ. അപ്പോൾ ഈ സംഭവത്തെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം, എൻ്റെ ബീൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു സംഭവം ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിന്ന് എക്സ് പ്ലസ് 1 ഈ എക്സ് പ്ലസ് 1 ക്യാൻസൽ, ഈ എക്സ് പ്ലസ് 2 ഈ എക്സ് പ്ലസ് 2 ക്യാൻസൽ. അടുത്ത സ്റ്റെപ്പിലെ എക്സ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ് പ്ലസ് 2 പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് 1 എന്നാണ് വരും. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എയുടെയും ബിയുടെയും വാല്യൂ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ ഫൈൻഡ് ചെയ്യാം. ഇവിടെ എക്സിന് എന്തോന്ന് കൊടുത്താൽ ഇത് 0 ആയി പോകും, ഇവിടെ എക്സിന് എന്തോന്ന് കൊടുത്താൽ ഇത് 0 ആയി പോകും. അപ്പോൾ അത് ഏതൊക്കെ നോക്കാം. എക്സിന് -1 കൊടുത്താൽ ഇത് മൊത്തം 0 ആയി പോകില്ലേ, കാരണം -1 + 1 0. അപ്പോൾ എക്സിൻ്റെ അടുത്തൊക്കെ -1 കൊടുക്കും. ഇവിടെ ലെഫ്റ്റിൽ -1, ഇവിടെ കൊടുക്കുമ്പോൾ എ ഇൻറ്റു -1 പ്ലസ് 2 ആൻഡ് അവിടെ കൊടുക്കുമ്പോൾ ബി ഇൻറ്റു -1 പ്ലസ് 1, അത് മൊത്തം അങ്ങ് 0 ആയി പോകും. ഇത് പോട്ടെ. -1 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എ. അപ്പം -1 ഈസ് ഈക്വൽ ടു എ. അപ്പോൾ എയുടെ വാല്യൂ എന്താണെന്ന് കിട്ടി. സിമിലർലി ഇതേപോലെ ബിയുടെ വാല്യൂ കിട്ടണം. അപ്പോൾ എക്സിന് ഇവിടെ -2 കൊടുത്താൽ മതി. അപ്പോൾ എക്സിന് -2 കൊടുക്കുന്ന സമയത്ത് ലെഫ്റ്റിൽ ഒരു എക്സ് ഉള്ളത് കൊണ്ട് അവിടെ -2 ആൻഡ് എ ഇൻറ്റു ഇവിടെ -2 പ്ലസ് 2 അത് 0 ആയി പോകും, പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് 1 അല്ലേ, -2 പ്ലസ് 1 എന്ന് വരും. ഇത് 0 ആയി പോയി, പോട്ടെ. -2 ഈസ് ഈക്വൽ ടു -2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ -1, -1 ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ -b ഈക്വൽ ടു -2 ആണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ബി? ബി ഈസ് ഈക്വൽ ടു 2. എന്തിനാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്? നമ്മളുടെ ഫംഗ്ഷൻ എക്സ് ബൈ എക്സ് പ്ലസ് 1 അല്ലേ, അതിനെ നമുക്ക് എ ബൈ എക്സ് പ്ലസ് 1 പ്ലസ് ബി ബൈ എക്സ് പ്ലസ് 2 എന്ന് മാറ്റിയതാണ്. അപ്പോൾ ഇൻ്റഗ്രൽ എക്സ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2നെ നമ്മൾ മാറ്റിയിട്ട് നോക്കെ ഒരു ഡി എക്സ് കൂടിയുണ്ട്, നമ്മൾ മാറ്റിയിട്ട് ഇങ്ങനെ എഴുതുന്നത് എ ബൈ എക്സ് പ്ലസ് 1 പ്ലസ് ബി ബൈ എക്സ് പ്ലസ് 2. അപ്പോൾ നിങ്ങളിതാ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് തുല്യമാണെന്നാണ് പറഞ്ഞത്.
എയുടെയും ബിയുടെയും വാല്യൂ കൊടുക്കും. എയുടെ വാല്യൂ -1 ബിയുടെ വാല്യൂ 2. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് സ്പ്ലിറ്റ് ആക്കി എഴുതുകയാണ്. എയുടെ വാല്യൂ -1 -1/x+1 dx എന്നും ബിയുടെ വാല്യൂ 2. അപ്പോൾ ഇതാ 2/x+2 dx എന്നും കൊടുത്തു. ഓക്കെ, ഞാൻ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങോട്ട് മാറ്റുന്നതിന് പ്രശ്നമില്ലല്ലോ, മുറിച്ച് ചെയ്തൂടെ. ഇനി നിങ്ങൾ പറ, വാട്ട് ഈസ് ഇൻ്റഗ്രൽ 1/x dx? ഇൻ്റഗ്രൽ 1/x dx എന്ന് പറഞ്ഞാൽ ലോഗ് മോഡ് x പ്ലസ് സി അല്ലേ. അതുകൊണ്ട് ഞാൻ ഇതിനെയും മാറ്റിയിട്ട് 1/x+1 മൈനസ് കോൺസ്റ്റൻ്റ് ഉണ്ട് പുറത്തെടുക്കുന്നു 1/x+1 dx +2 കോൺസ്റ്റൻ്റ് ഉണ്ട് പുറത്തെടുക്കുന്നു 1/x+2 dx മൈനസ് 1/x ആണെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താ ലോഗ് മോഡ് x, 1/x+1 ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താ ലോഗ് മോഡ് x+1 പ്ലസ് 2 ഇൻറ്റു 1/x ആണെങ്കിൽ ലോഗ് മോഡ് x, 1/x+2 ആണെങ്കിൽ ലോഗ് മോഡ് x+2. എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് 1 അല്ലേ, അപ്പോൾ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പ്ലസ് അവസാനം ഒരു സി കൂടി കൊടുക്കാം. ഇത് വേറെ രീതിയിൽ മാറ്റിയൊക്കെ എഴുതാം, അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഒന്നുകൂടി അടിപൊളിയാക്കുകയാണെങ്കിൽ 2 ലോഗ് മോഡ് x+2 മൈനസ് ലോഗ് മോഡ് x+1 പ്ലസ് സി എന്നൊക്കെ എഴുതാം. ഒന്നുകൂടി പെർഫെക്റ്റ് ആക്കി എഴുതണമെങ്കിൽ എഴുതട്ടോ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിനെ പവറിലേക്ക് എടുക്കാം. അതായത് ഈ പ്രോപ്പർട്ടി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ലോഗ് എ റൈസ് ടു ബി ആണെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു ബി ലോഗ് എ എന്ന് പഠിച്ചിട്ടുണ്ടാവും. ലോഗ് എ മൈനസ് ലോഗ് ബി ആണെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു ലോഗ് എ ബൈ ബി എന്ന് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് അതിനെ നിങ്ങൾക്ക് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം. ചെയ്തിട്ടില്ലെങ്കിലും തെറ്റൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ഇത് പവറിൽ വരും. അപ്പോൾ ലോഗ് x+2 ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ലോഗ് x+2 ഹോൾ സ്ക്വയർ ഇങ്ങനെ ഉണ്ടാവുക. ലോഗ് x+2 ഹോൾ സ്ക്വയർ ലോഗ് x+2 ഹോൾ സ്ക്വയർ മൈനസ് ലോഗ് മോഡ് x+1 പ്ലസ് സി. ലോഗ് എ മൈനസ് ലോഗ് ബി ആണെങ്കിൽ ലോഗ് എ ബൈ ബി അല്ലേ. അപ്പോൾ ലോഗ് എ എന്ന് പറഞ്ഞാൽ x+2 ഹോൾ സ്ക്വയർ ബൈ ബി എന്ന് പറഞ്ഞാൽ എന്താ x+1. അതാ ഇതിനൊരു മോഡ് കൂടി കൊടുത്താൽ ഇങ്ങനെയും എഴുതാം. ഇങ്ങനെ എഴുതിയാൽ കുറച്ചുകൂടി നല്ലത്. ഇങ്ങനെ എഴുതി ഇവിടെ നിർത്തിയാലും ആൻസർ കിട്ടും. അപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ വെരി ഇമ്പോർട്ടൻറ്റ് മെത്തേഡുകൾ പഠിക്കുക ചെയ്യുക. ഓക്കെ, അടുത്തത് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ 2-3 ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ചെയ്യണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രം കേട്ടോ. ഒരു 2-3 ക്വസ്റ്റ്യൻ കൂടി. ഇത് നോക്കും, ഇതെങ്ങനെ ചെയ്യാം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പല രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുകളിലും താഴെ എന്തെങ്കിലുമൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തിട്ടൊക്കെ ചെയ്യാം. ഞാൻ x²+1 ഒരു ഫംഗ്ഷനായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തു. ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ കിട്ടണമെങ്കിൽ f'(x) കിട്ടണമെങ്കിൽ ഇവിടെ ആര് കൂടി വേണം, ഒരു 2 കൂടി വേണം. 2x, x²+1ൻ്റെ ഡെറിവേറ്റീവ് 2x. അപ്പോൾ നമുക്ക് ലോഗ് മോഡ് f(x) എന്ന് പറയുന്ന ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റും. പക്ഷേ വെറുതെ അങ്ങനെ 2 ഇട്ട് കൊടുക്കരുത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പുറത്തൊരു 1/2 കൊണ്ട് മൾട്ടിപ്ലൈയും ചെയ്യും. ഇപ്പം ബാലൻസ് ആയി, 2 ഉം 2 ഉം ക്യാൻസൽ ചെയ്യും. പ്രശ്നമുണ്ടോ? ഇല്ല. ഇതുകൊണ്ട് ഉള്ളിലേക്ക് ഇട്ടാലും പ്രശ്നമൊന്നുമില്ലല്ലോ. 2 ഉം 2 ഉം ക്യാൻസൽ ചെയ്തു. കോൺസ്റ്റൻ്റ് അല്ലേ, പുറത്തിടാം ഉള്ളിടാം, നോ പ്രോബ്ലം. ഞാൻ അടുത്തത് ചെയ്യാൻ പോകുന്നത്, ഇതിപ്പോൾ സ്റ്റാൻഡേർഡ് റിസൾട്ട് ആയടാ 1/2. ഇതാ നോക്ക്, ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലും ഫംഗ്ഷൻ ഡിനോമിനേറ്ററിലും. അപ്പോൾ എന്താണോ ഡിനോമിനേറ്ററുള്ള ആ ഫംഗ്ഷൻ അത് ലോഗിൻ്റെ ഉള്ളിലാക്കിയിട്ട് എഴുതിയാൽ മതി. അപ്പോൾ 1/2 ലോഗ് മോഡ് x²+1 സിമ്പിൾ. ഇനി നിങ്ങൾ ലിമിറ്റ് കൊടുക്കും. ഈസി, അവർക്ക് കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല, സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചും ചെയ്യാം കേട്ടോ. 2 to 3 1/2 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിനെ പരിഗണിക്കേണ്ട. അപ്പോൾ ലോഗ് മോഡ് x²+1 ഇതിന് പകരം മാത്രം നിങ്ങൾ ലിമിറ്റ് കൊടുക്കുക 2 to 3. ആദ്യം എക്സ് ഉള്ളിടത്ത് നിങ്ങൾ എന്ത് കൊടുക്കുക, 3 കൊടുക്കുക. അപ്പോൾ ലോഗ് മോഡ് 3² + 1 വരും. മൈനസ് എക്സ് ഉള്ളിടത്ത് 2 കൊടുക്കുക, ലോഗ് മോഡ് 2² + 1 എന്നും വരും. റെഡി. 3² എന്ന് പറഞ്ഞാൽ 9 + 1 എന്ന് പറഞ്ഞാൽ 10. 10ൻ്റെ മോഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുക, മോഡ് 10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 തന്നെ അല്ലേ. മൈനസ് 4 + 1 5 വരും. അപ്പോൾ ലോഗ് 5 എന്ന് കിട്ടും. ലോഗ് 10 മൈനസ് ലോഗ് 5 ലോഗ് എ മൈനസ് ലോഗ് ബി ലോഗ് എ ബൈ ബി എന്ന് എഴുതിക്കൂടെ. അപ്പോൾ 1/2 ലോഗ് എ ബൈ ബി 10/5. 10/5 എന്ന് പറഞ്ഞാൽ 2 അല്ലേ. അപ്പോൾ 1/2 ലോഗ് 2 ഇതാണ് ആൻസർ. വേണമെങ്കിൽ ഈ 1/2 ഇതിൻ്റെ പവറിലേക്ക് എഴുതാം. 2⁻1/2 എന്നാക്കാം, √2 എന്നാക്കാം. ലോഗ് √2 എന്ന് എഴുതിയാലും ആൻസർ കറക്റ്റ്. സെറ്റ് അല്ലേ, പ്രശ്നമൊന്നുമില്ല. അടുത്തത് ഈ ഒരു സംഭവം ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ നിങ്ങൾ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും നോക്ക്. 0 to π/2 എന്നല്ലേ നിങ്ങൾ കാണുന്നത്. ഈ 0 to π/2 എന്താ ഇതിൻ്റെ പ്രത്യേകത? ഈ ഒരു സംഭവം വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് വെച്ചിട്ട് എന്തായാലും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഇനി ഇതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽ 0 to f(x) dx, ഈ പ്രോപ്പർട്ടി അത്ര ഇമ്പോർട്ടൻ്റാണ്. 0 to f(x) dx ആണെങ്കിൽ ഇതിനെ നമുക്ക് ഇൻ്റഗ്രൽ 0 to a f(a - x) dx എന്നും എഴുതാം. അതെന്താ സംഭവം? ലിമിറ്റ് ലോവർ ലിമിറ്റ് രണ്ടും സെയിം ആയിരിക്കും. ഇവിടെ എക്സ് ഉള്ള സ്ഥാനത്ത് ഇവിടെ അപ്പർ ലിമിറ്റ്, അതായത് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഒക്കെ ഇവിടെ സെയിം ആയിരിക്കും. ഇവിടെ എക്സ് ഉള്ള സ്ഥാനത്ത് ഇവിടെ നിങ്ങൾ a - x കൊടുക്കും. എന്താണോ ഇവിടെ a വരുന്നത് അതിൽ നിന്ന് എക്സ് മൈനസ് ചെയ്തത്
ആ ഫംഗ്ഷനിൽ എക്സിൻ്റെ സ്ഥാനത്ത് കൊടുക്കും. അപ്പോൾ അത് രണ്ടിൻ്റെയും ആൻസർ സെയിം ആയിരിക്കും. ആൻഡ് ലിമിറ്റ് സെയിം ആയിട്ടോ, 0 to a എന്നാണ് എഴുതുക, 0 to a. ഇവിടെ നോക്ക് നിങ്ങൾ, ഇങ്ങനത്തെ ഒരു ചോദ്യം ചെയ്യുമ്പോൾ എന്താണോ നിങ്ങൾക്ക് കിട്ടിയത് അതിന് നിങ്ങൾ i എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതാ 0 to π/2. അപ്പോൾ ഇവിടെ എക്ക് പകരം വരുന്നത് ആക്ച്വലി ആരാ? ആ π/2. അപ്പോൾ sin³ x ഡിവൈഡഡ് ബൈ sin³ x പ്ലസ് cos³ x dx. ഇതാണ് സംഭവം. ഇതിനെ നിങ്ങൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ആ ഒരു സംഭവമേ, അതായത് ഏത് സംഭവം, ഈ ഇക്വേഷൻ പ്രകാരം എഴുതുകയാണെങ്കിലും സെയിം ആൻസറാണ് കിട്ടുക എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ അങ്ങനെയാണെങ്കിൽ ഇതേ ആൻസർ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുക. ഏത് സമയത്ത്? 0 to π/2 f(a - x) വെച്ച് കൊടുത്താലും നിങ്ങൾക്ക് കിട്ടുന്നത് ഇതേ സംഭവമായിരിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ സംഭവം ഉള്ളത് നമ്മുടെ f(x) ആണ്, അതായത് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ തന്ന ഫംഗ്ഷൻ. എ ആയിട്ടുള്ളത് π/2. അപ്പോൾ ശ്രദ്ധിക്കുക, എ ആയിട്ടുള്ളത് π/2 ആണ്. ആൻഡ് f(x) ആയിട്ടുള്ളത് sin³ x ഡിവൈഡഡ് ബൈ sin³ x പ്ലസ് cos³ x. ഇതാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. ഇനി ഇത് f(a - x) വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും എന്നുള്ളതല്ലേ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ചെക്ക് ചെയ്യാം. f(a - x) എന്ന് പറയുന്ന സമയത്ത് എക്ക് പകരം നിങ്ങൾ ആരാ കൊടുക്കേണ്ടത്? ഈ അപ്പർ ലിമിറ്റ് π/2. അപ്പോൾ f(π/2 - x) എന്ന് വരും. ആൻഡ് എക്സ് ഉള്ള സ്ഥാനത്തൊക്കെ ആ ഫംഗ്ഷനിൽ π/2 കൊടുക്കുക. അപ്പോൾ ദാ സൈൻ എക്സ് ഉള്ള സ്ഥാനത്ത് π/2 കൊടുത്താൽ sin π/2 - x ആൻഡ് ക്യൂബ് ഓൾ ഡിവൈഡഡ് ബൈ sin π/2 - x, sin π/2 - x ക്യൂബ് പ്ലസ് cos π/2 - x ക്യൂബ്, π/2 - x ക്യൂബ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ. വാട്ട് ഈസ് sin 90 - x? sin 90 - x എന്ന് പറഞ്ഞാൽ cos x ആണ്. cos 90 - x എന്ന് പറഞ്ഞാൽ sin x. അത് പഠിച്ചിരിക്കണം, കാരണം ഈ പ്രോബ്ലത്തിൽ ആകെ അറിഞ്ഞിരിക്കേണ്ട ഒരു ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി അതാ. ഇനി നോക്ക്, sin 90 - x cos x ആയതുകൊണ്ട് ഇതിന് മുകളിൽ cos³ x എന്ന് എഴുതാം, ഇവിടെയും cos³ x എന്ന് എഴുതാം, പ്ലസ് cos 90 - x എന്ന് പറഞ്ഞാൽ sin x ആയതുകൊണ്ട് അവിടെ sin³ x എന്ന് എഴുതാം. ഇതാണ് ആക്ച്വലി എന്ത്? നിങ്ങളുടെ f(a - x) എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ഈ ഫംഗ്ഷനിൽ f(a - x) കൊടുക്കുന്ന സ്ഥാനത്ത് ഇതാ നോക്ക്, 0 to π/2 f(a - x) എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ cos³ x ഓൾ ഡിവൈഡഡ് ബൈ cos³ x പ്ലസ് sin³ x. ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് ഒരു തെറ്റില്ല, കാരണം ഇത് രണ്ടും സെയിം ആണെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2 ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിലൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്യുക, 1 ഉം 2 അങ്ങ് ആഡ് ചെയ്യും. 1 ഉം 2 ആഡ് ചെയ്താൽ ലെഫ്റ്റ് സൈഡിൽ ഐയും ഉള്ളത്, അപ്പോൾ അത് നമുക്ക് i പ്ലസ് i എഴുതാം. റൈറ്റ് സൈഡിൽ രണ്ടിൻ്റെയും ഇവിടെയും ലിമിറ്റ് സെയിം ആയതുകൊണ്ട് ഒരൊറ്റ ലിമിറ്റ് ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ എന്താ ഉള്ളത് നോക്കി, അവിടെ sin³ x ഓൾ ഡിവൈഡഡ് ബൈ sin³ x പ്ലസ് cos³ x ആണ്, cos³ x. ആൻഡ് റൈറ്റ് സൈഡിലോ അവിടെ ഉള്ളത് cos³ x ഡിവൈഡഡ് ബൈ sin³ x പ്ലസ് cos³ x ആണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും പ്രോപ്പറായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. dx മൊത്തത്തിലൊരു dx കൊടുക്കാം, ഒരു dx കൊടുത്തിട്ടുണ്ട്. യെസ്, ഇത് നോക്ക്, ഡിനോമിനേറ്റർ സെയിം ആണ്, അപ്പോൾ ന്യൂമറേറ്ററുകൾ തമ്മിൽ അങ്ങ് ആഡ് ചെയ്താൽ മതി അല്ലേ. അടുത്ത സ്റ്റെപ്പിൽ i പ്ലസ് i = 2y എന്ന് വരും. ആൻഡ് ലിമിറ്റ് 0 മുതൽ π/2 വരെ. ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ sin³ x പ്ലസ് cos³ x, കാരണം അത് രണ്ടും സെയിം ആട്ടോ, രണ്ട് സ്ഥലത്തും ലോവർ ലിമിറ്റ് അല്ല ഡിനോമിനേറ്റർ, രണ്ടും sin³ x പ്ലസ് cos³ x ആയതുകൊണ്ട് അങ്ങനെ തന്നെ ഇത്. പിന്നെ മുകളിലുള്ളത് എന്താണോ അതങ്ങ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ sin³ x പ്ലസ് cos³ x മുകളിലും താഴെ സെയിം അല്ലേ, രണ്ടും സെയിം അല്ലേ, അപ്പോൾ ക്യാൻസൽ ചെയ്താൽ 1 അല്ലേ വരിക. അപ്പോൾ 0 to π/2 1 dx എന്ന് മാറ്റി ചെയ്താൽ ഇത്രയും മല പോലെ വന്ന ഒരു സംഭവത്തെ നമ്മൾ എലി പോലെയാക്കി. 1 ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താണ്? എക്സ്. അപ്പോൾ എക്സ് ആണ് ആൻസർ. ലിമിറ്റ് കൊടുക്ക് 0 മുതൽ π/2 വരെ, വിച്ച് ഈസ് ഈക്വൽ ടു 2y. ആൻഡ് ഇതിൻ്റെ ആൻസർ എന്താ വരിക? എക്സിന് ആദ്യം π/2 കൊടുക്കുക, അപ്പോൾ π/2 മൈനസ് എക്സിന് 0 കൊടുക്കുക, അപ്പോൾ π/2 മൈനസ് 0, അതാണ് 2y. അപ്പോൾ 2yയുടെ വാല്യൂ π/2 ആണെങ്കിൽ i ഈസ് ഈക്വൽ ടു എന്താ? π/2 ഡിവൈഡഡ് ബൈ 2, അതായത് π/2 ഇൻറ്റു 1/2. അപ്പോൾ ഐയുടെ വാല്യൂ വിച്ച് ഈസ് ഈക്വൽ ടു π/4. എടാ ഈ i എന്ന് പറയുന്നത് ഇവിടെ മതി, ഇവിടെ നിർത്തിയാൽ മതി, കാരണം നിങ്ങൾ i എന്ന് പറഞ്ഞു കൊടുത്തത് നിങ്ങളുടെ ക്വസ്റ്റ്യനിലുള്ള അതിനെയാണ്. അപ്പോൾ ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ്. ഇത് √sin x √sin x പ്ലസ് √cos x അതാന്ന് തോന്നുന്നു എക്സാമിന് ചോദിച്ചത് മോഡലിന്. അപ്പോൾ ആ ടൈപ്പിൽ എങ്ങനെയും വരാം. അപ്പോൾ ഈ ഒരു ടൈപ്പ് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, 2024 പബ്ലിക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഇത്തവണ ചോദിക്കാതിരിക്കാം. എന്തായാലും നമ്മൾ പഠിച്ചിരിക്കുക എന്നുള്ളത് ഒരു മുൻകരുതലാണ്. ചോദ്യം നോക്ക്, പ്രൂവ് ദാറ്റ് 0 to π/4 log 1 plus tan x dx is equal to π/8 log 2. ഇനിയിപ്പോൾ അങ്ങനെയല്ല, പ്രൂവ് ദാറ്റ് ഒന്നുമില്ല, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് 0 to π/4 log 1 plus tan x. എങ്ങനെ ചെയ്യാം നമ്മളിത്? ഈസിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, 0 to a ഫോമിലാണ്.
അപ്പോൾ നിങ്ങൾ ഇതിന് ഐ എന്ന് പറഞ്ഞു കൊടുക്കുക. ഐ ഈസ് ഈക്വൽ ടു 0 to π/4 ലോഗ് 1 + tan x dx. ഇതാണ് നമ്മുടെ ഐ. ഓക്കെ, ഇതേ ഐ തന്നെ നിങ്ങൾക്ക് കിട്ടും ഏത് സന്ദർഭത്തിൽ? 0 to π/4 നിങ്ങൾ ആ എഫ് ഓഫ് എക്സിന് പകരം എഫ് ഓഫ് a - x dx കൊടുത്താലും അതേ ഐ തന്നെ കിട്ടും. അതായത് 0 to π/4 എഫ് ഓഫ് a - x അതെന്താന്ന് നോക്കണം അല്ലേ? അപ്പോൾ നോക്കാം, അതൊന്നും നോക്കാം നമുക്ക്. എഫ് ഓഫ് a - x എന്താ വരിക എന്നുള്ളത് നമുക്ക് വെറുതെ സൈഡിലൊന്ന് നോക്കാം. നിങ്ങൾ നോക്കേ, എ ആയിട്ടുള്ളത് എന്താ? π/4. എ ഈസ് ഈക്വൽ ടു π/4 ആണ്. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് എഫ് ഓഫ് എക്സ്? ലോഗ് 1 + tan x അല്ലേ? ലോഗ് 1 + tan x. ഓക്കെ, അപ്പോൾ അതാ നോക്ക്, എഫ് ഓഫ് എക്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എഫ് ഓഫ് a - x ആണ് നമുക്ക് കൊടുക്കേണ്ടത്. എഫ് ഓഫ് a - x എന്ന് പറയുമ്പോൾ എഫ് ഓഫ് a π/4 അല്ലേ? അപ്പോൾ π/4 - x. എക്സ് ഉള്ള സ്ഥാനത്തൊക്കെ π/4 - x കൊടുക്കണം. അപ്പോൾ ലോഗ് 1 + tan x. അപ്പോൾ ടാൻ എക്സ് ഉള്ള സ്ഥാനത്ത് ആരെ കൊടുത്താൽ മതി? π/4 - x കൊടുത്താൽ മതി. ഇത് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. ഇതെന്താ സംഭവം എന്നറിയോ? ടാൻ എക്സ് - y ഫോമില. ടാൻ എക്സ് - y ഫോമിലാണെങ്കിൽ ടാൻ എക്സ് - tan y/1 + tan x tan y എന്നാണ് നമ്മൾ അത് എക്സ്പാൻഡ് ചെയ്യൽ. അപ്പോൾ ആ ഒരു ഫോമിൽ അതിനെ എക്സ്പാൻഡ് ചെയ്യണം എന്നല്ലേ അതിൻ്റെ അർത്ഥം? തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ലോഗ് 1 + tan x - tan y ഫോമിലാണെങ്കിൽ tan x - tan y tan π/4 - tan x ഡിവൈഡഡ് ബൈ 1 + tan x tan y, അതായത് 1 + tan π/4 tan x. ഓക്കെ, റെഡി. ഒന്നുകൂടി ഒന്ന് അടിപൊളിയാക്കി ചെയ്താൽ നമുക്ക് ലോഗ് 1 + tan π/4 1 അപ്പോൾ മുകളിൽ 1 - tan x എന്ന് വരും. താഴെ 1 + tan π/4 1 ആണ്. 1 × tan x എന്ന് പറഞ്ഞാൽ tan x തന്നെ. ഓക്കെ, ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലോഗ് 1 × 1 + tan x, അത് 1 + tan x തന്നെ എഴുതാം. പ്ലസ് ഇവിടെ ഒരു 1 ഉണ്ട്, മൈനസ് ഒരു tan x ഉണ്ട്. ഓക്കെ, അതും പ്രശ്നമല്ല. ഡിനോമിനേറ്ററിൽ അപ്പം എന്താ വരിക? 1 + tan x തന്നെ അല്ലേ? 1 + tan x. tan x-ഉം -tan x-ഉം ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ലോഗ് 2/1 + tan x എഴുതി കൂടെ? തെറ്റുണ്ടോ? tan x-ഉം അങ്ങ് വെട്ടാം. ഈ tan x-ഉം ഈ -tan x-ഉം അങ്ങ് വെട്ടാം. അപ്പോൾ 1 + 1 എന്ന് പറഞ്ഞാൽ 2 അല്ലേ? സോ അടുത്ത സ്റ്റെപ്പിൽ ഇതിനെ മാറ്റിയിട്ട് നിങ്ങൾ ഇങ്ങനെ ഇത് ലോഗ് 2 ഡിവൈഡഡ് ബൈ ഇവിടെ ഒരു 1 + tan x അല്ലേ ഡിനോമിനേറ്ററുള്ളത്? 1 + tan x. ഓക്കെ, ഇതും പ്രശ്നമല്ല. അപ്പോൾ ഇത്ര മതി അല്ലേ? വേണമെങ്കിൽ ഒന്നുകൂടി മാറ്റി ചെയ്താം. ഒന്നുകൂടി മാറ്റി ചെയ്യുന്ന സമയത്ത് ലോഗ് a/b ഫോമിലല്ലേ? അപ്പോൾ ലോഗ് 2 - ലോഗ് 1 + tan x എന്നും കൊടുക്കാം. ഇങ്ങനെ കൊടുത്ത് എഴുതിക്കോ. ഇതാണ് കുറച്ചുകൂടി പെർഫെക്റ്റ്. അപ്പോൾ ഇതാണ് ആക്ച്വലി ആര്? നിങ്ങളുടെ എഫ് ഓഫ് a - x. അപ്പോൾ അത് കിട്ടി. എഫ് ഓഫ് a - x എന്താണെന്നുള്ളത് കിട്ടി. ഞാൻ റീപ്ലേസ് ചെയ്യാൻ പോവാണ്. റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് ഇതാ നോക്ക്, എന്താ കൊടുക്കേണ്ടത്? ലോഗ് 2 - ലോഗ് 1 + tan x. ഇതാണ് സംഭവം. ഓക്കെ, ഇതും നമ്മൾ ഐ എന്ന് പറഞ്ഞ എഴുതി തുടങ്ങിയ സംഭവമല്ലേ? അപ്പോൾ ഐ എന്ന് പറഞ്ഞ് തന്നെ ഞാൻ വീണ്ടും എഴുതുന്നത് ഐ ഈസ് ഈക്വൽ ടു, ഇതിനൊന്നുകൂടി ഞാൻ സ്പ്ലിറ്റ് ചെയ്യട്ടെ, കാരണം രണ്ടാളുണ്ടല്ലേ. 0 to π/4 ലോഗ് 2 എന്നും ലോഗ് 2 dx എന്നും മൈനസ് 0 to π/4 പിന്നെ അവിടെ ഉള്ളത് എന്താ നോക്ക്? ലോഗ് 1 + tan x എന്നും. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ ഇത് രണ്ടും ആഡ് ചെയ്യാൻ പോകുന്നൊന്നുമില്ല. എന്തുകൊണ്ട് ആഡ് ചെയ്യാത്തത്? ഇത് നിങ്ങളുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ അല്ലേ? ലോഗ് 1 + tan x dx, ലോഗ് 1 + tan x dx. ഇതിനെ നമുക്ക് എഗെയിൻ ഐ എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇത് ഐ ആയതുകൊണ്ട് ഐ ഇത് നമ്മുടെ ഐ ആയതുകൊണ്ട് ഞാൻ അടുത്ത സ്റ്റെപ്പിൽ ഐ ഈസ് ഈക്വൽ ടു 0 to π/4 ലോഗ് 2 dx മൈനസ് ഐ എന്ന് കൊടുക്കുന്നു. മൈനസ് ഐ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഐ പ്ലസ് ഐ ഈസ് ഈക്വൽ ടു ലോഗ് 2 കോൺസ്റ്റൻ്റ് ആണ്. ലോഗ് 2 ഇൻറ്റു ഇൻ്റഗ്രൽ എക്സ് ഒന്നുമില്ലല്ലോ 1 ഇൻ്റഗ്രൽ 1 dx എന്ന് കൊടുക്കുന്നു. ആൻഡ് ലിമിറ്റ് 0 to π/4. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ പറ ഐ പ്ലസ് ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2i ഈസ് ഈക്വൽ ടു ലോഗ് 2. ഓക്കെ, ലോഗ് 2 അവിടെ നിൽക്കട്ടെ. 1 ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എക്സ്, അപ്പോൾ എക്സ് ആൻഡ് ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് 0 to π/4. ആദ്യം അപ്പർ ലിമിറ്റ് കൊടുത്തേ. അപ്പർ ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് ഇതാ നോക്കേ, ലോഗ് 2 ഇൻറ്റു π/4 മൈനസ് ലോവർ ലിമിറ്റ് എക്സിന് 0 കൊടുക്കുക. π/4 - 0 എന്ന് പറഞ്ഞാൽ π/4. അപ്പോൾ അതാ നോക്കേ, നമുക്ക് 2i ഈസ് ഈക്വൽ ടു ലോഗ് 2 ഇൻറ്റു π/4 എന്ന് വന്നിട്ടുണ്ടാവും. ലോഗ് 2 ഇൻറ്റു π/4. ഈ ഇൻറ്റു 2 ഇങ്ങോട്ട് വരുമ്പോൾ /2 ആവില്ലേ? അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു ഇൻറ്റു 2 ഇങ്ങോട്ട് വരുമ്പോൾ /2, അതായത് ഇൻറ്റു 1/2 എന്ന് എഴുതാം. അപ്പോൾ ലോഗ് 2 ഇൻറ്റു π/4 ഇൻറ്റു 1/2. 2 × 4 8 അല്ലേ? അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു 1 പൈ, 2 × 4 8, π/8. ഇവിടെ ബാക്കിയുള്ളത് ഒരു ലോഗ് 2. ഇതാണ് ആൻസർ. ഇതൊക്കെ പ്രൂവ് ചെയ്ത് കിട്ടുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്.
അല്ലേ? π/8 log2 അതാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. ഈസി. അത്ര ഈസി ഒന്നല്ലെങ്കിലും നല്ല നല്ല ചോദ്യങ്ങൾ ചെയ്തു പഠിച്ചു. ഇത് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് തരാനുള്ള ഒരു സജഷൻ. അതിൻ്റെ അടിപൊളിയായിട്ട് പഠിക്കുക. ഞാൻ പറഞ്ഞു ഇൻ്റഗ്രൽസിൻ്റെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലിൽ ഇൻട്രസ്റ്റിംഗ് ഇൻ്റഗ്രൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ വർഷം ചെയ്ത വീഡിയോ ആണ്. നിങ്ങളത് കാണാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങളത് കണ്ടു നോക്കുക. ഓരോ 50 മിനിറ്റ് 40 മിനിറ്റ് ഒക്കെ പാർട്ടായിട്ടുള്ള ഒരു 7 വീഡിയോസ് ഉണ്ട്. അത് കണ്ടാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാൻ പറ്റും, പുതിയ പുതിയ ചോദ്യങ്ങൾ പരിചയപ്പെടാം. അപ്പോൾ അതൊക്കെ ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് പെർഫെക്റ്റ്. ആൻഡ് കാണുക, പഠിക്കുക. വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. ബൈ.